പ്രാവശ്യത്തെ ഓണേ ഒരു സുഖമില്ല, ആർക്കും ഒരു ഉന്മേഷം ഇല്ലാത്ത പോലെ. മൊത്തത്തിൽ ഒരു തണുത്ത മട്ട്. സാധാരണ ഓണത്തിനിവിടെ എല്ലാവരും കൂടെ വലിയ പൂക്കളം ഇടും, പിന്നെ വീട് അലങ്കരിക്കും, പിന്നെ ഊഞ്ഞാല് കെട്ടും, അങ്ങനെ എത്ര എത്ര പരിപാടികളുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ ഓണത്തിന് അതൊന്നുമില്ല. എന്തിനാണ് രണ്ടും ഇവിടെ വന്നിരിക്കണേ? ചേട്ടാ, ഇന്ന് ഓണമല്ലേ, നമുക്ക് പൊളിക്കണ്ടേ? നിങ്ങൾ പിള്ളേരെ പൊളിച്ചോ? അയ്യേ, വലിയൊരു കാരണവര് വന്നേക്കുന്നു, ഒന്ന് പോയട്ടാ. ഇതിനെ പൂക്കളൊന്നല്ലേ പറയുന്നേ? ഇത് മതി. ഇത് കുഞ്ഞു പൂക്കളല്ലേ, വലിയ പൂക്കളം ഇടുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞു. ഇപ്രാവശ്യത്തെ ഓണം ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. പറ്റില്ല, പ്ലീസ് പ്ലീസ് ചേട്ടാ, പ്ലീസ് 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 പ്ലീസ്. നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നാ? ഓണമൊക്കെ അല്ലടാ, അമ്പലം വരെ പോയി. എന്തായി ഓണപരിപാടികളൊക്കെ? അച്ഛാ, ഈ കാരണവന്മാർക്ക് ഒരു വൈബില്ല. ഞങ്ങൾക്കാ? നിങ്ങൾക്കല്ല, ഈ കാരണവന്മാർക്ക്. അച്ഛാ, നമുക്ക് വലിയൊരു പൂക്കളിടണ്ടേ? ഇടണം. ഊഞ്ഞാല് കെട്ടണ്ടേ? കെട്ടണം. വടം വലിക്കണ്ടേ? വലിക്കണം. നമുക്ക് ഈ ഓണം അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു പൊളിക്കണം. ഒരു ഓണം കൂടുതൽ കിട്ടിയ അതൊരു ബോണസ്. അടുത്ത ഓണത്തിന് കാണും. എന്താ ചങ്ങരേട്ടീ പറഞ്ഞത്? അടുത്ത ഓണത്തിനും ചേട്ടൻ ഇവിടെ പുലി പോലെ തന്നെ ഉണ്ടാവും. ഞാൻ നമ്മളെ കാര്യമാണ് പറഞ്ഞത്. അപ്പൂപ്പാ, നല്ലൊരു ദിവസമായിട്ട് ചുമ്മാ നെഗറ്റീവ് പറയല്ലേ. തമാശ പറഞ്ഞല്ലടാ, വിട്ടുകളാ. അളിയാ, എന്നാലും പിള്ളേർ എത്ര ആഗ്രഹിച്ച് പറഞ്ഞല്ലേ, ഓണം നമുക്ക് പൊളിച്ചാലേ? പൊളിക്കണോടാ. ഇത് ഓടിപ്പോയി ഒരു കുപ്പി എടുത്തുണ്ടോ? അടി. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നേരെ ഓടി ബാറിലേക്കാ വെച്ച് പിടിച്ചത്. അവിടെ തുറക്കാഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ട് ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാ. അതെ, ഇത്തവണത്തെ ഓണത്തിന് കുപ്പിയില്ല. എങ്കിൽ ഞാൻ പോണു. എവിടെ പോണു? നമ്മൾ ഓണം പൊളിച്ചിട്ടേ പോകുന്നുള്ളൂ. യേശു വിളിക്കടാ. ആർപ്പോ